എൻ്റെ വീട്ടിൻ്റെ അടുത്ത് റോഡിലേക്ക് പോകുന്ന ഒരു വഴിയാട്ടോ. ഇത് നടന്നു പോകുന്ന ഒരു വഴിയാണ്. ഇത് ഷോർട്ട് കട്ടാണ് ഗൈസ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ അധികം എന്നെ അവിടെയാണ് മീറ്റ് ചെയ്യൽ. നല്ലൊരു സ്പോട്ടാണ്. നോക്കിയേ, ഇവിടെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. നല്ല പച്ചപ്പ് നിറഞ്ഞ അടിപൊളി സ്പോട്ട് ഗൈസ്. ഇതാണ് ഫർഹാൻ PC. നമ്മളെല്ലാവരും പറവെന്ന് വിളിക്കും. എന്താ പറയാനല്ലേ? ഓ, എണ്ണല്ലേ ഞാൻ അടിച്ചറിഞ്ഞ ഉറക്കം തെണിച്ചിട്ട് വരുന്ന. എന്താ നമുക്ക് പോയിട്ട് വണ്ടി എടുത്തിട്ട് വരാമല്ലോ ഗൈസ്. അങ്ങനെ നേരെ നമ്മളിനി എടത്തോട്ടിയിലേക്ക് പോവാണ്. പെട്രോൾ അടിക്കുന്നതാണ്. എത്രക്ക് അടിക്കണ്ടേ? 150. 150 50 ഞാൻ അടിച്ചു തരും. ഇവിടം വരെ പോകണ്ടു ഗൈസ്. ഇത് കല്ലേരി മലയിലുള്ള പമ്പാണ് ഗൈസ്. ചേച്ചി എൻ്റെ യൂട്യൂബ് ചാനലാട്ടോ. ചേച്ചിന്റെ പേരെന്നാ? ധന്യ. ഓ, യൂട്യൂബിൽ വരും കേട്ടോ ചേച്ചി. യൂട്യൂബിൽ ഈ വീഡിയോ എല്ലാം കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പ്രണവിന്റെ വീട്ടിൽ വണ്ടി എടുക്കാൻ വേണ്ടി വന്നിട്ടല്ലേ ഗൈസ്. ഒന്നുമില്ല, ഒന്ന് ഇരുട്ടിയിൽ വരെ ഒരു പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് വണ്ടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. പ്രണവ് ഇവിടെ ഇല്ല. ഇവിടുന്ന് വണ്ടീൻ്റെ ചാവി വാങ്ങിയിട്ട് വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഗൈസ് ഇവിടെ വന്നിട്ട് ഇനി ആ വണ്ടി എടുത്തിട്ട് നേരെ ഇരുട്ടിയിൽ പോകാനുണ്ട്. അതിനിടയ്ക്ക് ഇവനെ വീട്ടിൽ കൊണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് അമ്മാച്ചനെ കാണാൻ പോകണം ഗൈസ്. ഇവിടെ ഒരു ബലേനോ ഉണ്ട്, ഒരു ഇറ്റിയോസ് ഉണ്ട്, ഒരു 800 ഉണ്ട്. പിന്നെ എൻ്റെ ബ്രോ ഇവിടെ ഇല്ല കേട്ടോ. അവന് ടൗണിൽ ഒരു ഫോൺ നോക്കാൻ വേണ്ടി പോയിട്ടാളെ. അവൻ്റെ മംഗലെല്ലാം കഴിഞ്ഞതാണ്. ഇതാണ് മംഗലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5-6 കൊല്ലമായി തോന്നുന്നു. 5-6 കൊല്ലമൊന്നും ആയിട്ടില്ല, 2-3 മാസമായി. പിന്നെ ആ കാണുന്നത് നവജ്യോതി സ്കൂളാട്ടോ. അതിൻ്റെ പ്ലേ ഗ്രൗണ്ടാണ് ആ കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എടത്തോട്ടിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി റെൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഗൈസ്. അങ്ങനെ വണ്ടി എടുത്ത് ഇനിയിപ്പം നേരെ സ്റ്റാർട്ടാക്കി നേരെ അമ്മാച്ചൻ്റെ അടുത്തേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി എന്നറിയില്ല ഗൈസ്. നമ്മൾ പ്രണവിൻ്റെ വീട്ടിൽ വണ്ടി എടുക്കാൻ പോരും. ആ വണ്ടിയിൽ പെട്രോൾ ഇല്ലായിരുന്നു. എന്നിട്ട് നേരെ നമ്മൾ കാക്കങ്ങാട് പമ്പിൽ വന്നിട്ട് എത്ര റുപ്യൻ്റെ പെട്രോൾ വാങ്ങിയത്? 200 വർഷത്ത് പറ. 200 പെട്രോൾ. അതെ ഗൈസ്, 200 പെട്രോൾ വാങ്ങിയിട്ട് നേരെ ഇനിയിപ്പോൾ പ്രണവിൻ്റെ അടുത്തേക്ക് പോകണം. ഇപ്പം നമ്മൾ ഉള്ളത് നമ്മുടെ കാക്കങ്ങാട് പമ്പിലാണ് ഗൈസ്. പിന്നെ പെട്രോൾ വാങ്ങുന്നുണ്ട്. എടാ, ആ വണ്ടിയിൽ പെട്രോൾ ഞാൻ നിൽക്കുന്ന ഉറപ്പ് ഇല്ലടോ. എത്ര അടി അടിച്ച്? അങ്ങനെയല്ല, ആ വണ്ടിയിൽ പെട്രോളോ ഡീസലാ? പെട്രോൾ ആൾട്ടോ അല്ലേ? ആൾട്ടോ അല്ലേ? എനിക്ക് ഉറപ്പല്ലേ? എനിക്ക് ഇപ്പൊ ഓർമ്മ വന്നു ഗൈസ്. പെട്രോൾ തന്നെയാന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പണിയാവും. ആൾട്ടോ പെട്രോൾ അല്ലേ? ചേട്ടന് ഉറപ്പല്ലേ? ഓ, ചേട്ടൻ്റെ ഉറപ്പിൽ നമ്മൾ ഇത് കൊണ്ടുപോയിരിക്കുന്നതാണ്. വണ്ടി കണ്ടിട്ടില്ലല്ലേ? എന്തായാലും ഒരു വിശ്വാസം കൊണ്ട് പോയി നോക്കാം. അങ്ങനെ നേരെ പമ്പിൽ നിന്ന് പെട്രോളും വാങ്ങി നേരെ അങ്ങോട്ടേക്ക് പോവാണ് വണ്ടിയിലെടുത്ത്. ഇനിയിപ്പോൾ പെട്രോളിന്റെ ആണോ എന്ന് അറിയില്ല. പെട്രോൾ ഒഴിച്ചിട്ട് നോക്കേണ്ടി വരും. കാരണം വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ആയതാണ്, പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഇനിയിപ്പോൾ പെട്രോൾ ഒഴിച്ചിട്ട് നോക്കാം പെട്രോളിന്റെ കുറവാണോ. ഓ, എന്നാ തുറക്കണോ? എടാ പറൂ, ഇതൊന്നും തുറന്നേ. അവിടെ പോയിട്ട് തുറന്നേ. ഗൈസ്, പെട്രോൾ ഒഴിച്ച് ഇനി സ്റ്റാർട്ടാവും. ഒറ്റയടിക്ക് സ്റ്റാർട്ടാവോ? യെസ്. സംഭവം വണ്ടി സ്റ്റാർട്ട് ആകുന്നത് പെട്രോൾ ഇല്ലായിട്ടാണ് ഗൈസ്. അങ്ങനെ നോക്കി ലാസ്റ്റ് നമ്മളെല്ലാരും കൂടി വണ്ടി തള്ളി സെക്കൻഡിൽ ഇട്ടിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ വണ്ടി സ്റ്റാർട്ടായ കുഴപ്പങ്ങളൊന്നും ഇല്ല. പെട്രോളിന്റെ ചെറിയ മിസ്സിംഗ് ആയുള്ളൂ. ഗൈസ്, നാട്ടിൽ നല്ല മഴയാണ്. ഇവിടെ മരമൊക്കെ പൊട്ടി വീണിട്ട് ക്രെയിനൊക്കെ വന്നിട്ട് ഫുള്ള് ലെവലപ്പ് ആക്കുന്നുണ്ട് ഗൈസ്. മഴക്കാലം ഈ ഒരു ക്ലൈമറ്റിൽ നാട്ടിൽ എന്ത് സംഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഗൈസ്. പിന്നെ മെയിൻ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് നമുക്ക് 4 വീല് കയ്യിൽ മസ്റ്റായിട്ട് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് പോകാൻ കഴിയില്ല ബ്രോ. കാരണം മഴ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്കൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു പ്രസൻറ്റേഷനൊക്കെ ഒരുമാതിരി ബോറിങ് ഫീൽ ആയിരിക്കും ഗൈസ്. ബസ്സൊക്കെ വരുന്നുണ്ട് ഓപ്പോസിറ്റ്. ഞാൻ ക്യാമറയൊക്കെ ഓഫാക്കി വെക്കട്ടെ, അല്ലെങ്കിൽ ബസ് എൻ്റെ ഫ്രണ്ട് കൊണ്ടുപോകും തോന്നില്ല ഗൈസ്. കാരണം ഞാൻ പ്രൊഫഷണൽ ഡ്രൈവറാണെന്ന് എനിക്കൊരു ഉറപ്പുണ്ട് ഗൈസ്. ഫർഹാന് സ്കൂട്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് പോയിക്കൂടെ ഗൈസ്? ഇതാണ് മർജാൻ ഗൈസ്. മരിച്ചിട്ടില്ല ഗൈസ്. അതിന് മരിക്കാൻ നീ എവിടെ പോയിനി? എങ്ങനെ? ആരിന്റെ വണ്ടിന്റെ എങ്ങനെ ടയർ മാറ്റുമ്പോ സീന് മുത്ത് നോക്കിയും കണ്ടും ചെയ്യണ്ടേ? പോടാ. പിന്നെ ആ വണ്ടിന്റെ അടി കയറിച്ച് വണ്ടി മേത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ മുത്തിന് എന്തെങ്കിലും പറ്റീനെങ്കിൽ പിന്നെ തലയാ അല്ല സീനി. എന്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റീനാ? എന്നാ ശരിയടാ, വരുന്നേ. പുറത്ത് നല്ല മഴയാണ് ഗൈസ്. അതിന്റെ കൂടെ ഇതാ
ഫർഹാൻ PC അമ്മാച്ചിനെ വിളിക്കുന്നുണ്ട്. അമ്മാച്ചി എപ്പോ വന്നു കഴിഞ്ഞാലും ഓന്റെ പുറക്ക് പോസ്റ്റ് ഇടും അല്ലേ? അവിടെ ഓനിക്ക് നാസ്ത കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഓന് 3 മണിക്കൂറായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. എടാ അമ്മാച്ചു നീ വരുന്നുണ്ടാ? വേമ്പാ. ആകെ പണി കിട്ടി ഗൈസ്. പുറത്ത് നല്ല മഴയായി. അമ്മാച്ചി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അമ്മാച്ചിന്റെ അടുത്തേക്ക് പോവാൻ ക്ലാസ് ക്ലിയർ ആവുന്നില്ല ഗൈസ്. ഫുള്ളി ലോക്കായി, റോഡ് കാണുന്നില്ല. അമ്മാച്ചി വരുന്ന നോക്ക് ഗൈസ്. എടാ എനിക്കെല്ലാം കറക്റ്റ് സമയത്ത് വന്നൂടെ? ഇന്നലെ എത്ര സമയമായി കാത്തിക്കുന്നീ? ഇതേതാ ബന്ധാനല്ലോ തലയില്. ഓ അമ്മാച്ചി ഇങ്ങനെ വരുമ്പോ എപ്പോ തിന്നാലെല്ലാം കൊണ്ടുവരും. ഇന്നലെ വരുമ്പോ ബിസ്ക്കറ്റ് എല്ലാം കൊണ്ടു തന്നിന്. നല്ല മഴയാണ് ഗൈസ്. നമ്മളിപ്പോ ഉള്ളത് പേരാവൂരാണ് ഗൈസ്. അങ്ങോട്ട് റോബിൻസി, ഇങ്ങോട്ട് വിവാ കളക്ഷൻ ഗൈസ്. നല്ല കളക്ഷൻ ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ്. നല്ല മഴയത്തില്ല ഗൈസ്. ഇതേപോലെ എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ വേറെ മൂട്. നമ്മൾ നേരെ ഇനി ഏലപ്പീടിയിലേക്ക് പോകുന്നത് ഗൈസ്. ഫോൺ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ വ്ളോഗൊക്കെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. എടാ നീ ആ വണ്ടി ഓടിച്ചേ? നീ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നേ ഗൈസ്. നമ്മളിവിടെ ലൈം സോഡ കുടിക്കാൻ വേണ്ടി നമ്മളെ ജോസേട്ടൻ്റെ കടയിൽ വന്നിട്ടുള്ളത് ഗൈസ്. നമ്മളിപ്പോൾ തൊണ്ടിയിലുള്ളത്. നല്ല മഴ കേട്ടോ. ഈ മഴയത്ത് നേരെ ഏലപ്പീടിയിലേക്ക് പോവാണ്. ഫോൺ ഓഫ് ആവുമെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. കാരണം 15% മാത്രമേ ചാർജ് ഉള്ളൂ. അപ്പോൾ വ്ളോഗ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ ചെയ്യും അല്ലേ? ബന്ധാനയിലിട്ട് മറ്റേ ബേബി ജി മൂഡായിട്ടുള്ളവന് തണുപ്പത്താ നല്ല ഇത് കിട്ടും. സംഭാര സോഡ ജോസേട്ടൻ നല്ല ഗ്ലാസ്സിൽ ഒഴിച്ചു തരൂ അല്ലേ ചേച്ചു? ഒരു 500 രൂപ വായ്പ വരുമോ? താടാ ഗൈസ്. മിക്കവാറും നമ്മളെ ഏലപ്പീടിയെ പോകുന്നത് ക്യാൻസൽ ചെയ്യേണ്ടി വരും ഗൈസ്. കാരണം നല്ല മഴയാണ്. ഫുൾ മഴയിൽ അവിടെ പോയി കഴിഞ്ഞാൽ, കാറും എടുത്ത് പോയി കഴിഞ്ഞാൽ ഫുൾ അഡ്വഞ്ചർ ആവും ഗൈസ്. അതുകൊണ്ട് മിക്കവാറും അത് ക്യാൻസൽ ചെയ്യേണ്ടി വരും. എടാ വണ്ടി ഓടിക്കാൻ അറിയാണ്ട് നീ എന്തിനാ ഡ്രൈവിംഗ് സീറ്റിലെല്ലാം കയറിയിരുന്നീ? ആ നീ ഒന്ന് കാണിച്ചേ. എനിക്ക് ഓടിക്കാൻ അറിയാം, സ്റ്റാർട്ടാക്കാൻ അറിയാം. അത് ഞാൻ സമ്മതിച്ചു. ഗിയർ മാറ്റാൻ വിട്ടുപോയിന്നാ? അതാണ്ട ഗൈസ്, ഫസ്റ്റ് തന്നെ ഓഫായി ഗൈസ്. എന്നിട്ട് ഇവനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാന്ന് പറയുന്നത്. ആ ഗൈസ് ഓഫായി ഗൈസ്, ഓഫായി. ഇനിയൊന്നും പറയാനല്ലേ? ക്ലച്ച് പിടിച്ചില്ല ഗൈസ്. ഫസ്റ്റ് ഗിയർ മാറ്റാൻ മറന്നുപോയി. അതെ അതെ അതെ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞായി ഗൈസ്. ഇവനിക്ക് ഓടിക്കാൻ അറിയില്ല, സ്റ്റാർട്ടാക്കാൻ മാത്രമേ അറിയൂ കേട്ടാ. അല്ല അമ്മാച്ചു? എടാ ഇവനിക്ക് ഓടിക്കാൻ അറിയാം അമ്മാച്ചു? അറിയില്ലല്ലോ. അമ്മാച്ചു ഇനി വണ്ടി എടുക്കുന്നത് ഗൈസ്. അമ്മാച്ചു ഒന്ന് ഓടിക്കുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. അമ്മാച്ചു എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം? ഞാൻ അള്ളാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഇതുവരെ വണ്ടി ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് നാട്ടിലെ ലൈസൻസ് ഉണ്ടോ? ദുബായ് ലൈസൻസാ ഗൈസ്. ദുബായ് ലൈസൻസ് എല്ലാം വെച്ചിട്ട് ഇവനെ ഇവിടെ വണ്ടി ഓടിക്കുന്നു. നീ ഒന്ന് കാണിക്കാം, എനിക്ക് ഒരു വിശ്വാസമില്ല. ഏടെങ്കിലും പോവാ, അതിന്റെ ലൈസൻസ് ഉണ്ടോ? ബെൽറ്റ് എല്ലാം ഇടുന്ന ഇവൻ ആദ്യേ. പോലീസ് ചെയ്യണമെന്നില്ല, പോലീസുകാരോട് നമുക്ക് പറയാം. നമുക്ക് ലൈസൻസും പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പോലീസുകാരെ ഒന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അവരവരെ ഡ്യൂട്ടി ചെയ്യുന്നത്, നമ്മൾ നമ്മളെ വൈബ് എൻജോയ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ ഗായ്സ്. അമ്മാച്ചു വണ്ടി എടുക്കുന്നുണ്ട് ഗായ്സ്. എടുക്ക് എടാ. അതെന്താട്ട് ആ ഗായ്സ്, വൈപ്പറിലാണ് ഗായ്സ്. അമ്മാച്ചിന് വണ്ടി ഓടിക്കാൻ അറിയാം ഗായ്സ്. അടാ അത് പോലീസുകാരെന്നല്ല, അത് വേറെ ഏതോ ബോലേറോ ഗായ്സ്. നമ്മൾ തൊണ്ടി ടൗണിലൂടെ ഇങ്ങനെ പോവാണ് ഗായ്സ്. ഇതാണ് സ്കൂൾ ജംഗ്ഷൻ. ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഗായ്സ്. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഗായ്സ്. ഗായ്സ് അമ്മാച്ചിന് വണ്ടി ഓടിക്കാൻ അറിയട്ടെ. ഞാൻ ആദ്യമായിട്ട് അമ്മാച്ചി വണ്ടി ഓടിക്കുന്നതെല്ലാം കാണുന്നത്. നല്ല മഴയാണ് ഗായ്സ്. ഈ മഴയത്തുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ എവിടത്തെങ്കിലും പോകണം ഗായ്സ്. പക്ഷേ ഇപ്പം പോകാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരുട്ടി പോകേണ്ടത് കൊണ്ട് നമ്മളെ ഏലപ്പീടി ആ ട്രിപ്പെല്ലാം ക്യാൻസൽ ചെയ്തിട്ടുള്ളത് ഗായ്സ്. കാരണം ഇരുട്ടിയിൽ എനിക്ക് അർജൻറ്റായിട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ മെയിൻ തൊണ്ടി ജംഗ്ഷനിലേക്ക് എൻട്രൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നല്ല റോഡ് ഗായ്സ്, നല്ല ടാറൊക്കെ ചെയ്ത് അടിപൊളി റോഡ്. ഇതാണ് തൊണ്ടി ജംഗ്ഷൻ. അങ്ങൊന്നും വേണ്ട, നമുക്ക് തിരിക്കാം ഗായ്സ്. വയനാട്ടിൽ നിന്ന് വരുന്ന KSRTC ഉണ്ടോ? ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഞാനും അമ്മാച്ചും നേരെ തിരിച്ചു പോവാണ് ഗായ്സ്. ലോറിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഗായ്സ്. സ്പേസിൽ ആരോ ഇങ്ങനെ റോഡ് കൊണ്ടുപോയിട്ട് വണ്ടിക്ക് നിർത്തി വെച്ചിട്ടുണ്ട്. ഏതോ കമ്പനീൻ്റെ ഡോക്ടർ വാഷിൻ്റെ ആണ്. അപ്പോൾ തൊണ്ടിയിൽ ഇങ്ങനെ പോവാണ് ഗായ്സ്. ഒരു റെഡ് ബലോന ഉണ്ട് ഓപ്പോസിറ്റ് വന്നിട്ട്. ഒരു ചേട്ടൻ ഇതാ കൊടയൊക്കെ ചൂടി പോകുന്നുണ്ട് ഗായ്സ്. അതേപോലെ തന്നെ എന്താ പറയുക,
അടിപൊളി. ഇതാണ് നമ്മളെ തൊണ്ടി ചർച്ച് ഗൈസ്. കഴിഞ്ഞു പോയി, സോറി. അവിടെ സെജുവും പറുവും ഉണ്ട് വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ അമ്മാച്ചുവിന്റെ ഡ്രൈവിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അമ്മാച്ചു, യു ആർ പാസ്ഡ്. വീണ്ടും നമ്മൾ സ്കൂൾ ജംഗ്ഷനിൽ എത്തി ഗൈസ്. അവിടെ കുറേ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെയാണ് UP സ്കൂൾ വരുന്നത്. ഇത് തൊണ്ടി പാലം, ഒരുപാട് സ്റ്റോറികളുള്ള പാലം. ഒരു കാലത്ത് ഈ പാലത്തിൽ ഫുള്ള് വെള്ളം കയറിയിട്ട് സ്കൂളൊക്കെ 5-6 ദിവസം ലീവൊക്കെ ഉണ്ടായ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഗൈസ്. ഇതാ ഗൈസ്, ഇന്നലെ നമ്മുടെ കൂടെ ചായ കുടിക്കാൻ വന്ന ടീംസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഗൈസ്, അമ്മാച്ചു ടൗണിലൂടെ വണ്ടി ഓടിക്കാണ് ഗൈസ്. ബ്ലോക്ക് ഇല്ലാത്തോണ്ട് ഭാഗ്യം, ബ്ലോക്ക് ഇല്ലാത്തോണ്ട് ഭാഗ്യം ഗായ്സ്, ബ്ലോക്ക് ഇല്ലാത്തോണ്ട് മാത്രം ഭാഗ്യം. അമ്മാച്ചു രക്ഷപ്പെട്ട്. ബ്ലോക്ക് ഇല്ലാത്തോണ്ട് സ്മൂത്ത് ആയിട്ട് എടുത്തിട്ട് പോകുന്നതെന്നാണ് ഫറാൻ പറയുന്നത് ഗൈസ്. അമ്മാച്ചിന് എന്താ വിവരിക്കാനുള്ളത്? കണ്ണൂർ ടൗണിൽ എടുത്തിട്ട് ഗൈസ്, ഫസ്റ്റ് എങ്കിലും ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ അമ്മാച്ച് 4 വീലെല്ലാം കൊണ്ട് പോകുന്നത് ഞാൻ കാണുന്നത്. വീണ്ടും അങ്ങനെ നമ്മൾ ഈ ചേച്ചിൻ്റെ അടുത്ത് പെട്രോൾ അടിക്കാൻ എത്തിയിട്ടുള്ളത് ഗൈസ്. ഇപ്രാവശ്യം കാറിനാണ്. അപ്പോൾ നേരെ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് ഇരിട്ടിയിലേക്ക് പോവാണ്. നല്ല മഴയുണ്ട് ഗൈസ്. പമ്പിൽ നല്ല ഇവിടെ ഓൾമോസ്റ്റ് രാവിലെ മുതലേ നല്ല മഴയുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഇരിട്ടിയിലെത്തി ഗൈസ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ല ഗൈസ്, ഒരു ആൻഡ്രോയിഡിൻ്റെ ഫോൺ ഉമ്മാക്ക് വാങ്ങണം. അപ്പോൾ അമ്മാച്ചനാണിങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഗൈസ്, എൻ്റെ വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫോളോവർ അമ്മാച്ചു സാക്ക്. ഗൈസ്, നമ്മൾ ഹുസൈൻ്റെ പീടികയിലേക്ക് വന്നിട്ടുള്ളത് ഗൈസ്. മഴ ആയതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഹുസൈനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് ഗൈസ്. എന്തുണ്ട് ഹുസൈനെ? നല്ല വിശേഷം. സുഖമല്ലേ? വളരെ സുഖം, വളരെ സുഖം. വളരെ സുഖം. മഴയും കാര്യങ്ങളിലും പണിയുണ്ടാവും. മഴന്റെ കാര്യം പറയണ്ടല്ലേ? ഫുഡ് കഴിച്ചാ? ഇതെന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നു, നീ എന്തായാലും കാണണേ ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ഇരിട്ടി ഐപാക്സ് നിന്ന് ഓപ്പോന്റെ F29 എന്ന് പറയുന്ന ഫോൺ എടുത്തിട്ടുണ്ട് ഗൈസ്. ഏതാ ഫോൺ എടുത്തതെന്ന് വെച്ചാൽ ഓപ്പോ F29 Pro 5G. പിന്നെ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഗൈസ് എല്ലാം സെറ്റായി ഫോൺ കിട്ടിയത് ഗൈസ്. നല്ല ഫോണാണ്, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ആ ഫോണിൻ്റെ റിവ്യൂ ഒന്നും ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല ഗൈസ്. ഫോൺ കാണാൻ നല്ല ഭംഗിയുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ എന്നോട് 2-3 ഫ്രണ്ട്സും സജസ്റ്റ് ചെയ്തത് F1920 Pro അടിപൊളി ഫോണാണ് എന്ന് പറഞ്ഞു. ആൻഡ്രോയിഡിൽ എന്ത് അത്യാവശ്യം ലേറ്റസ്റ്റ് മോഡലാണെന്ന് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ഐപാക്സിൻ്റെ സിറ്റി സെൻറ്ററിൽ നമ്മൾ ട്രാഫിക്കിൽ കുടുങ്ങിയിട്ടുള്ള ഗൈസ്. നമ്മളിങ്ങനെ എക്സിറ്റ് ആയിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ഇപ്പം സമയം ഏകദേശം 6 മണിക്ക് അടുത്തായിട്ടുണ്ട് ഗൈസ്. ഹാപ്പി ഗൈസ്. അങ്ങനെ നമ്മൾ ഇരിട്ടിനോട് വിട പറയുകയാണ് ഗൈസ്. ഫോണൊക്കെ വാങ്ങി നേരെ നമ്മൾ ഇനി ഇരിട്ടിയിലൂടെ നേരെ പേരാവൂരേക്ക് പോവാണ്. ഇപ്രാവശ്യം അമ്മാച്ചുമാണ് ഡ്രൈവിംഗ് സീറ്റിൽ. നല്ല രസമുണ്ട്, നല്ല റഷ് ഉണ്ട് ഗൈസ് ടൗണിൽ. ആരെങ്കിലും എന്നെ തിരിച്ചറിയുന്നുണ്ടോ നോക്കാം ഗൈസ്. ആംസ് കില്ലർ അല്ലേ എന്ന് പറയുന്നവർക്ക് 5000 റുപ്പീസ് ഞാൻ ഇപ്പോൾ കൊടുക്കാമെന്ന് ഞാൻ വെറുതെ പറയാണ് ഗൈസ്. അത്യാവശ്യം നല്ല വൈകുന്നേരത്തെ ചൂട് കടിയുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഇവിടുന്ന് കുറച്ച് കടി വീട്ടിലേക്ക് പാഴ്സൽ വാങ്ങാമെന്ന് വിചാരിച്ചു. ഭയ്യ, ഒരു പ്ലേറ്റ് കാട മുട്ട. ഗായ്സ്, ഇരിട്ടി പേരാവൂർ റൂട്ടിൽ അനധികൃതമായിട്ട് ലോറി മറിഞ്ഞത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ന്യൂസാണ് ഗായ്സ്. ഇത് ഇവിടെ ലോറി മറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ക്രെയിം വന്ന് എടുത്തു വെച്ചിട്ടുള്ളത് ഗായ്സ്. ഇവിടെ നാട്ടുകാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട് ഗായ്സ്. ലോറി ഇതാ ഈ വില്ലേജ് ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്രെയിം വന്ന് മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആംസ് കില്ലർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾ മറക്കാണ്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലട്ടൺ അടിച്ചു പൊട്ടിക്കുക. അമ്മാച്ചിന്റെ വരക്ക് വന്നേരം അമ്മാച്ചുവിന്റെ ആരാ? നിങ്ങൾ അമ്മാച്ചിന്റെ ആരാ? എനിക്കറിയില്ലേ ഗൈസ്? അമ്മാച്ചിന്റെ പെങ്ങളെ മക്കളെ ഗൈസ്, അമ്മാച്ചിന്റെ മെരുമക്കളാ അല്ലേ? ഏതി ഇതെന്നാ? ഓ, നിങ്ങൾ എത്രയല്ലോ പഠിക്കുന്നത്? നീ എത്രയല്ലോ പഠിക്കുന്നേ? UKG നീയോ? അംഗൻവാടിയില്ല അല്ലേ? എന്റെ പല്ല് കാണിച്ചേ. ഓ, പല്ലെല്ലാം ഉണ്ട് ഇന്റെയോ? ഓ, ഗുഡ് ഗൈസ്. നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം കാണലുണ്ടോ? എൻ്റെ കാണലുണ്ടോ? ലൈക്ക് ചെയ്യലുണ്ടോ? ഇഷ്ടപ്പെടലുണ്ടോ? ഇഷ്ടപ്പെടാത്ത ഭാഗ്യതാ? ഇഷ്ടപ്പെടാത്ത ഭാഗ്യതാ? ലാസ്റ്റ് അമ്മാച്ചിൻ്റെ ഉറക്കം വന്ന് ഒരു ബിരിയാണി നിന്ന്. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.